വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അത്യപൂർവമായ ആഹ്ലാദത്തിന്റെ അനർഹമായ നിമിഷങ്ങളായി ഈ മഹനീയ സന്ദർഭത്തെ ഞാൻ കാണുന്നു. നിങ്ങൾക്കൊപ്പം വേദി പങ്കിടുവാനും ഈ സമ്മേളനത്തിൽ ഒരു അതിഥിയാകുവാനും എനിക്ക് അവസരം നൽകിയ എല്ലാവരോടും, പ്രത്യേകിച്ച് പ്രിയ സംഘടകരോടും എനിക്കുള്ള നിസ്സീമമായ കൃതജ്ഞത ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ശ്രീനാരായണ ഗുരു വംശീയ വ്യത്യാസങ്ങൾക്കുമപ്പുറം മനുഷ്യരാശിയെ ഒറ്റക്കെട്ടായി കാണേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുകയും മതേതരത്വം പ്രബലമാക്കുകയും ചെയ്തു. യുവാക്കളിൽ സമൂഹബോധം വളർത്താൻ ഇത് നിർണായകമായി നിലകൊണ്ടു. വിദ്യയാണ് മോക്ഷത്തിന്റെയും മുന്നേറ്റത്തിന്റെയും വഴി എന്ന് ഗുരുദേവൻ ഉറച്ച വിശ്വാസം പുലർത്തി. യുവാക്കൾക്ക് വിദ്യാഭ്യാസം ഒരു ആത്മീയവും സാമൂഹികവുമായ പുരോഗതിയുടെ മുഖ്യപാതയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. താൻ താനായ്മ എന്ന ആശയത്തിലൂടെ ഒരാൾക്ക് തന്റേതായ കഴിവുകൾ മനസ്സിലാക്കാനും സമൂഹത്തിൽ സൃഷ്ടിപരമായി ഇടപെടാനും സാധിക്കും എന്ന ബോധം നൽകി. യുവാക്കളുടെ ആത്മബലം വർദ്ധിപ്പിക്കാൻ ഇത് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഛാത്ര സമൂഹത്തിൽ സാമൂഹിക അവബോധം വളർത്തിയതിന് ഗുരുവിന്റെ സംഭാവന നിർണായകമാണ്. അനീതികളിൽ നിന്ന് സമൂഹത്തെ വിമുക്തമാക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ യുവാക്കൾക്ക് പ്രചോദനമായി മാറി. യുവാക്കൾക്ക് ആത്മീയവും ധാർമ്മികവുമായ വഴിയിലൂടെ സ്വയം സംസ്കരിക്കാൻ ഗുരുവിന്റെ ഉപദേശങ്ങൾ സഹായകമായി തുടരുന്നു. സമുദായപരമായ ഐക്യത്തിന്റെ സന്ദേശം, സഹിഷ്ണുതയും സഹവാസവുമുള്ള സമൂഹം രൂപീകരിക്കാൻ അദ്ദേഹം നൽകിയത് യുവജനങ്ങളിൽ വളർത്തുന്ന നല്ല മാതൃകയാണ്. സംഗ്രഹമായി ശ്രീനാരായണ ഗുരു യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും ആത്മീയ ഉന്നമനത്തിനും വളരെയധികം പ്രചോദനമായി നിലകൊണ്ട വ്യക്തിയാണ്. മതം, ജാതി, ഭാഷ എന്നിവയുടെ പേരിൽ പല കൂട്ടായി പിരിയുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഗുരുവിന്റെ ഒരൊഴിയൻ മതം എന്ന സന്ദേശം അനുസരിച്ച് എല്ലാവരെയും ഒരുപോലെ കാണാൻ യുവാക്കൾ പരിശ്രമിക്കണം. ഗുരുവിന്റെ വിദ്യയാലാണ് ഉദ്ധാരം എന്ന ഉപദേശപ്രകാരം യുവാക്കൾക്ക് വ്യക്തിപരമായും സമൂഹപരമായും പുരോഗതിക്ക് വിദ്യാഭ്യാസം പ്രധാനമാണ് എന്ന് മനസ്സിലാക്കി അതിന് മുൻതൂക്കം നൽകണം. സ്വയം വിശ്വസിക്കുകയും സ്വന്തം കഴിവുകളെയും സ്വഭാവങ്ങളെയും വിലമതിക്കുകയും ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നേറുക. അന്യായങ്ങൾക്കും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തുകയും ദരിദ്രർക്കും അതിനാൽ പീഡിതർക്കും സഹായമെത്തിക്കുകയും ചെയ്യുക. പലതരത്തിലുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും ഉള്ളവരോടും സഹിഷ്ണുത പുലർത്താനും സംവാദം നടത്താനും തയ്യാറായിരിക്കണം. ഭൗതികമാക്ഷയത്തിൽ മാത്രമല്ല, മാനസികവും ആത്മീയവുമായ മുന്നേറ്റത്തിന് ശ്രമിക്കുക. ധ്യാനം, ആത്മപരിശോധന, സ്നേഹബോധം എന്നിവയിൽ ശ്രദ്ധ നൽകുക. ഇതൊക്കെ യുവജനങ്ങൾ നിത്യജീവിതത്തിൽ പ്രായോഗികമായി പിന്തുടരാവുന്ന വഴികളാണ്. ഇനിയും അനവധി ആളുകൾ ഇവിടെ സംസാരിക്കുവാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവസരം നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ കൃതജ്ഞതയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.